അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. കേരളീയ മുസ്ലിം നവോത്ഥാനത്തിൽ നിർണായക പങ്ക് വഹിച്ച കേരള നദ്വത്തുൽ മുജാഹിദീൻ സംസ്ഥാന പ്രസിഡന്റ്, കേരളീയ മുസ്ലിം സമൂഹത്തിലെ പ്രഗത്ഭനായ പണ്ഡിതൻ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ജനാബ് ടി.പി. അബ്ദുള്ളക്കോയ മദനി അവറുകളാണ് ഇന്ന് ഇസ്ലാം ഓൺലൈവിൻ്റെ അതിഥിയായി നമ്മോടൊപ്പമുള്ളത്. കേരളീയ മുസ്ലിം സമൂഹത്തിൻ്റെ ചലനങ്ങളെക്കുറിച്ചും മുസ്ലിം സമൂഹത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിഷ്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇൻഷാ അള്ളാഹ് അദ്ദേഹം നമ്മോട് ഇന്ന് സംസാരിക്കുന്നതാണ്. അൽ കലാമു ബി തഅറുഫ്, സംസാരം പരസ്പരം പരിചയപ്പെട്ടതിന് ശേഷമാണ് എന്നാണ് സാധാരണ പറയാറുള്ളത്. ആ നിലക്ക് താങ്കളുടെ കുടുംബത്തെക്കുറിച്ച്, വിദ്യാഭ്യാസപരമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ചാൽ നന്നാവുമെന്ന് തോന്നുന്നു. കുഞ്ഞുനാൾ മുതൽക്ക് ഞാൻ എന്താകണം, എങ്ങനെയാവണം എന്നൊന്നും തീരുമാനിച്ചിട്ടല്ല നാം സാധാരണ നമ്മുടെ ജീവിതത്തിലേക്ക്. പല കാഴ്ചപ്പാടുകളും സാന്ദർഭികമായി ഉണ്ടാകാമെങ്കിലും എന്നെ സംബന്ധിച്ച് തീർത്തും യാദൃച്ഛികമാണ് ഓരോ വഴിത്തിരിവുകളും ഉണ്ടായിട്ടുള്ളത്. വളരെ യാഥാസ്ഥികമായ ഒരു കുടുംബം, ഒരു തരീഖത്ത് പ്രസ്ഥാനവുമായി ബന്ധമുള്ള ഒരു കുടുംബത്തിൽ ആണ് ഞാൻ ജനിക്കുന്നത്. പക്ഷേ എൻ്റെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം മക്കളെ എങ്ങനെ വളർത്തണമെന്നതിനെ സംബന്ധിച്ച് ബോധമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലുള്ള സാധാരണ പിതാക്കളെക്കാൾ ഒരു ദൂരക്കാഴ്ച ഉള്ള ആളായിരുന്നു എന്നെനിക്ക് അനുഭവത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 8 മക്കളാണ് പിതാവ്. അവരെ പുലർത്തുകയും മറ്റ് 5 സഹോദരിമാരെ വളർത്തിയെടുക്കുന്നു. അതിനുള്ള ഏക അവലംബമായിരുന്നു എൻ്റെ പിതാവ്. അങ്ങനെ ഒരു ശ്രമകരമായ ഒരു രക്ഷാകർതൃത്വം ഒരു കുടുംബത്തിൻ്റെ ഏറ്റെടുത്ത് നടത്തുമ്പോഴും മതപരമായ ചിട്ടകളിൽ വളരെ നിഷ്കർഷ പാലിക്കാറുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ച് പിതാവിന് മതപരമായ വിദ്യാഭ്യാസം ലഭിക്കണം എന്നാഗ്രഹിച്ചു കാണും. അതുകൊണ്ടായിരിക്കണം സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ദർസിൽ ചേർന്ന് പഠിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. കേരളത്തിലെ അറിയപ്പെടുന്ന പണ്ഡിതന്മാരുടെ ദർസുകളിൽ പഠിക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹം എൻ്റെ വന്യനായ ഒരു ഗുരുനാഥനായിരുന്നു. അതുപോലെ കെ.വി. മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട്, അദ്ദേഹം എൻ്റെ ഉസ്താദ്. കേരളത്തിലെ പ്രസിദ്ധരായ പല മുതഅല്ലിമീങ്ങൾ, പിന്നീട് വലിയ നേതാക്കളായി വന്നവരെല്ലാം അന്ന് സഹപാഠികളായിട്ടുണ്ടായിരുന്നു. കെ അബൂബക്കർ ഹസ്രത്ത് എന്ന ദൈവബന്ധിൽ നിന്ന് തിരിച്ചു വന്ന വലിയ പണ്ഡിതനാണ് താനൂരിലെ അന്നത്തെ കേന്ദ്ര ദർസ് ആരംഭിച്ചത്. മുജാഹിദ് പ്രസ്ഥാനത്തെ അന്ന് വഹാബി പ്രസ്ഥാനം എന്നാണ് വിശേഷിപ്പിക്കാറ്. അതിനെ നശിപ്പിക്കാൻ, അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ ഏറ്റവും ശക്തമായ ഒരു ടീം എന്ന നിലവിലുണ്ടായിരുന്നു. അതിൽ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരെ ഞാൻ ഓർക്കുന്നു. അദ്ദേഹം ഈ വാദപ്രതിവാദങ്ങളിലും അതുപോലെ ഗണ്ണന പ്രസംഗങ്ങളിലെല്ലാം പങ്കെടുക്കുമ്പോൾ ആസ്ഥാനമായി സ്വീകരിച്ചിരുന്നത് ശംസുൽ ഉലമ ദർസ് നടത്തുന്ന താനൂരായിരുന്നു. അപ്പോൾ അവരെയെല്ലാം സാന്നിധ്യവും അവർക്ക് ഖിദ്മത്ത് എടുക്കാനും ഒക്കെ ആ കാലത്ത് കഴിഞ്ഞിട്ടുണ്ട്. നിഷ്പക്ഷമായി കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുക എന്ന ഒരു കാഴ്ചപ്പാട് എനിക്ക് വരുന്നത് 1956-57 കാലത്ത്. അന്ന് പറവണ്ണയിൽ വെച്ച് നടന്ന ഒരു ഗണ്ണന പ്രസംഗത്തിൽ എൻ്റെ
ഗുരുനാഥന്മാരോടൊപ്പം പോവുകയും അവിടെ ഉണ്ടായ അനുഭവം ഞാൻ വിവരിക്കുന്നില്ല. അവിടുത്തെ അനുഭവങ്ങൾ എന്നെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യണ്ടായി. അത് യഥാർത്ഥത്തിൽ ഒരു വഴിത്തിരിവായിരുന്നു. ഞാൻ തിരിച്ചു പോരുമ്പം വഴിയിൽ ഒരു പേടിക മുകളിൽ നിന്ന് ഒരു മൈക്കിൽ ഒരു അനൗൺസ്മെൻറ്റ്, ഇവിടെ കഴിഞ്ഞ 4 ദിവസങ്ങളിൽ പ്രതിപാദിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായ മറുപടിയും തെളിവ് സഹിതം സെയ്ദ് മൗലവി രണ്ടത്താണി പ്രസംഗിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്. സ്വാഭാവികമായിട്ട് എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ ഉള്ള ഒരു മാനസികാവസ്ഥ എനിക്കുണ്ടായി. ഞാൻ പോയി. തുടർച്ചയായി 4 ദിവസങ്ങളിൽ പ്രഭാഷണം കേട്ടു. അത് ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് വെളിച്ചം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷെ ഏതായിരുന്നാലും ഒരു എൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വ നിരയിലേക്ക് കടന്നു വരുന്നത് ഏത് കാലഘട്ടത്തിൽ? അതിന് അങ്ങനെ ഞാൻ പിന്നീട് പുളിക്കൽ മദീനത്തിൽ ചെന്ന് ചേരുകയും സ്വാഭാവികമായി MCC അബ്ദുറഹ്മാൻ മൗലവിയുടെ ശിഷ്യൻ എന്നുള്ള നിലക്ക് അവിടെ പഠനം ആരംഭിക്കുകയും ചെയ്യും. ആ ഒരു കാലത്ത് തന്നെ അല്പം ഒരു പ്രസംഗിക്കാൻ കഴിവുള്ളത് കൊണ്ട് അവിടുത്തെ സാഹിത്യ സമാജത്തിൻ്റെ ത്തിലൂടെയെല്ലാം അറബിയിലും മലയാളത്തിലും എല്ലാം പ്രസംഗിച്ച് ശേഖരിക്കാനും കയ്യെഴുത്ത് പ്രതികൾ ഒക്കെ അന്നും നിരന്തരമായി വായിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ഏത് പഠന കാലഘട്ടത്തിലും ഈ കാരിക പ്രശ്നങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക എന്നുള്ളതിൽ ഒരു താല്പര്യമുള്ളതാണ്. ഏറെക്കുറെ 2 വർഷം കഴിഞ്ഞ് ഒരു പ്രിലിമിനറി ആയപ്പോഴേക്ക് തന്നെ സംഘടനാപരമായ ചിന്തയിൽ, അന്ന് MSM ഒന്നും രൂപീകരിക്കപ്പെട്ടിട്ടില്ല, സംഘടനാപരമായ പ്രവർത്തനങ്ങൾ പണ്ഡിതന്മാരോടൊപ്പം അവിടെ ഓരം പറ്റി നിന്ന് അതിനെ പഠിക്കാനും മനസ്സിലാക്കാനും തുടങ്ങി. ചില ചെറിയ ചെറിയ സദസ്സുകളിൽ സംസാരിക്കാൻ. അന്ന് കേരളത്തിലെ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന വലിയ പണ്ഡിതന്മാർ, ഇത് ജീവിതത്തിൻ്റെ മറ്റൊരു വശമായിരുന്നു. ആ പണ്ഡിതന്മാരുമായിട്ട് എല്ലാം ബന്ധപ്പെട്ട് അവരിൽ കണ്ട മാതൃക എൻ്റെ ജീവിതത്തെ ആകർഷിക്കേണ്ട. വളരെ ലളിതമായ ജീവിതം, ഒരു ഗുണകാംക്ഷയോടുകൂടെയുള്ള ദഅവത്ത്, വളരെ സാധാരണക്കാരുമായി പോലും ഇടപഴകുന്ന ഒരകൽച്ചയില്ലാത്ത ജീവിതം, ഇതൊക്കെ മുജാഹിദ് പണ്ഡിതന്മാരിൽ നിന്ന് എനിക്ക് മാതൃകാപരമായി തോന്നിയിട്ടുണ്ട്. ഏതായാലും ഞാൻ അവരിൽ ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരാളായി മാറുകയായിരുന്നു ആ കാലഘട്ടം. 1958 മുതൽക്ക് 63 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് എൻ്റെ അവിടുത്തെ പഠനം. അപ്പോഴേക്ക് ഈ കുടുംബത്തിൽ ഞാൻ ഒറ്റയാണ്. ഇതിലേക്ക് മാറിയതോടുകൂടെ പിതാവും എല്ലാ നിലക്കും അത് ഒരു വലിയ സംഭവമാണ്. എന്നെ ബഹിഷ്കരിക്കുകയും ചെയ്തു. പക്ഷേ ചുരുങ്ങിയ കാലം കൊണ്ട് എനിക്ക് അനുഭവപ്പെട്ടതുപോലെ തന്നെ ഉപ്പയും ഏട്ടന്മാരും ഇവരെല്ലാവരും ഒരു ചിന്തിക്കുന്ന കൂട്ടത്തിലായിരുന്നു എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അന്ന് പ്രസ്ഥാനത്ത് പരിചയപ്പെടാനോ ആദർശപരമായിട്ട് ആ വ്യതിരക്തത തിരിച്ചറിയാനൊന്നും ഉള്ള നാട്ടിൽ അതിന് സാധ്യതയില്ലാത്തത് കൊണ്ട് പരമ്പരാഗതമായി ഇങ്ങനെ ഉള്ള മതചടങ്ങുകൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ചിന്തിക്കാനുള്ള അവസരം കിട്ടുകയും ഞാനതിനൊരു മധ്യവർത്തിയായി കാരണക്കാരനായി മാറുകയും ചെയ്ത് വളരെ വലിയ മാറ്റം കുടുംബത്തിലുണ്ടായി. എല്ലാവരിലും മാറ്റമുണ്ട്. വളരെ അനുഗ്രഹീതമായ ഒരു സംതൃപ്തിയോടുകൂടെയാണ് ഞാൻ എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും ഒക്കെ ആദർശപരമായ മാറ്റത്തോടു കൂടെയാണ് മരിച്ചത്. ഞാൻ 63-64 അഫ്സൽമ ബിരുദം നേടി. അവിടെ തന്നെ കുറച്ചു കാലം അധ്യാപകനായിരുന്നു, വളരെ കുറച്ച് മാസങ്ങൾ MCCയുടെ നിർബന്ധം. പിന്നീട് MCC അബ്ദുറഹ്മാൻ മൗലവിയുടെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ
അവിടെ ഒരു ഹൈസ്കൂളിൽ ഒരു ജോലി വന്നപ്പോൾ BM ഹൈസ്കൂൾ അവിടെ അധ്യാപകനായി പോവുകയും അവിടെ ഖത്തീബായി എടുക്കുകയും ചെയ്തു ചെറുപ്പകാലത്ത് തന്നെ. അത് ഒരു പ്രസ്ഥാനത്തിലെ സജീവമായ രംഗത്തേക്കുള്ളൊരു തുടക്കമായി. അപ്പോൾ അതോടൊപ്പം നാട്ടിലും പരിസരങ്ങളിലുമെല്ലാമുള്ള ദഅവത്തിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. ഈ രണ്ട് എതിർചേരിയിലും അതുപോലെ എല്ലാ പ്രസ്ഥാനങ്ങളെയും അടുത്തറിയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുകയും അതുമായി എനിക്ക് ആ കാലഘട്ടത്തിൽ എല്ലാറ്റിനെയും കേൾക്കുക, മനസ്സിലാക്കുക, പഠിക്കുക എന്നുള്ളതിൻ്റെ അതിനോടൊപ്പം ജമാഅത്ത് നേതാക്കളുമായിട്ടുള്ള വ്യക്തിപരിചയം ഉണ്ടായിരുന്നു. ജമാഅത്ത് നേതാക്കൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള, അതായത് പഴയ പണ്ഡിതന്മാരുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല. പക്ഷെ അവരെല്ലാം ആദരവോടുകൂടെ കേസിനൊക്കെ ഓർക്കുന്ന നമ്മളെ MCC KC അലി മൗലവി, ഷെയ്ഖ് മൗലവി തുടങ്ങിയിട്ടുള്ള ആളുകൾ, അവരോടൊപ്പമുള്ള ആളുകളാണ് അതൊക്കെ. ആ നിലക്ക് അവരൊക്കെ വളരെ ദൂരത്ത് കാണുന്ന, പിന്നീട് വന്ന അമീർമാർ ഒക്കെ നമ്മളെ കൂട്ടുകാരെ നല്ല ബന്ധങ്ങൾ വരുത്തി. അത് ജമാഅത്തിനോട് മാത്രം. വളരെ ഈ സുന്നി വിഭാഗത്തിലുള്ള ഒരുപാട് പണ്ഡിതന്മാർ എൻ്റെ കൂടെ പഠിച്ചവരും അതിന് ശേഷം ബന്ധപ്പെട്ടവരുമായിട്ട് നല്ല ബന്ധം. വ്യക്തിബന്ധങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം അബൂബക്കർ മുസ്ലിയാരുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് യോട് ഒരുപാട് കാലങ്ങൾ ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ച് കുറെ കൊല്ലം പതിയൊക്കെ ആ കാലഘട്ടത്തിൽ തന്നെ മരിച്ചുപോയി. അതിന് ശേഷമുള്ള ആളുകളായിട്ട് ഈ എൻ്റെ ഗുരുനാഥന്മാർ ആ കാലഘട്ടത്തിൽ അവരൊക്കെ മരണം വരെ ഞാൻ ബന്ധം കൊടുത്തിട്ടുണ്ട്. പിന്നെ സമകാലീന എൻ്റെ കൂടെ പഠിച്ച ശരീക്കുമാർ, അവരൊരുപാട് പണ്ഡിതന്മാരുണ്ട്. അത് ഇന്നും നല്ല ബന്ധങ്ങൾ ഞങ്ങൾ തുറന്നു വരുന്നുണ്ട്. അത് സമസ്തയിലുണ്ട്, ജമാഅത്തിലുണ്ട്, പല ആളുകളുണ്ട്. ആ ഒരു കാര്യങ്ങളിലൊരു വലിയ അനുഭവ ഒരു അനുഭവ ജ്ഞാനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞങ്ങൾ. അതുപോലെ തന്നെ ആ ബന്ധങ്ങൾ നിലനിർത്തുന്നതിലും പിന്നെ ശരിക്കും അതാ ഞാൻ പറഞ്ഞ ഒരു ബിസിനസ് കുടുംബം, ആ നിലക്കുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഈ നിലക്ക് പള്ളി ദർസിലേക്ക് പോയി തിരിച്ചെത്തിയത് ഒരു അന്ന് പ്രതീക്ഷിക്കാത്ത മറ്റൊരു ഇതിലാണ് എത്തിയത്. അതൊക്കെ ഓരോ സന്ദർഭത്തിന്റെ നിമിത്തങ്ങൾ തോഫിക്കുക. സംസ്ഥാന നേതൃത്വത്തിലേക്ക് കടന്നു വരുന്നത് എക്കാലത്ത്? സംസ്ഥാന നേതൃത്വത്തിലേക്ക് വരുന്നത് ഞാൻ 70കളിൽ IS രൂപീകരിക്കപ്പെട്ട അന്ന് മുതൽക്ക് തന്നെ അതിൻ്റെ പ്രവർത്തകനാണ്. പിന്നീട് ഞാൻ ISMന്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നു, കോഴിക്കോട് ജില്ലയിൽ. അതുവരെയുള്ള പ്രാദേശികമായ ശാഖാപരമായുള്ള ഒക്കെ പ്രവർത്തനം ഞാൻ തികച്ചും സംഘടനാപരമായി അടിത്തട്ടിൽ നിന്ന് അതിൻ്റെ ഘട്ടം ഘട്ടമായി പ്രവർത്തനത്തിൽ വന്ന ആളാണ്. നിർബന്ധിക്കപ്പെട്ടു ഒരു സ്ഥാനത്ത് എത്തിപ്പോയതാണ്. ISMന്റെ ജില്ലാ പ്രസിഡന്റ് ആയതിനു ശേഷം ISMന്റെ സംസ്ഥാന പ്രസിഡന്റായി. ISMന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലക്കുള്ള സേവനം കഴിഞ്ഞതിന് ശേഷം KNMൽ എക്സിക്യൂട്ടീവ് വന്നു. മഹാനായ KP മുഹമ്മദ് മൗലവിയുടെ കീഴിൽ. KPയുടെ കാലത്ത് തന്നെ എക്സിക്യൂട്ടീവ് മെമ്പർ. തുടർന്ന് KNMന്റെ ഒരു സെക്രട്ടറി, ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളാണ്. അനന്തരം KNMന്റെ വൈസ് പ്രസിഡന്റായിട്ടു കുറെ കാലം. തുടർന്നാണ് പ്രസിഡന്റ് ആകുന്നത്. അവർ 12 കൊല്ലമായിട്ട് തുടരാം. മൊത്തം 40 വർഷമായിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ വളരെ സജീവമായിട്ടുണ്ട്. അപ്പൊ ഇക്കാലയളവിനുണ്ട്. അപ്പോൾ മുമ്പ് ഉള്ള ഒരു സാമൂഹിക അവസ്ഥ, ഇന്ന് 2012 കേരളീയ മുസ്ലിങ്ങളുടെ അവസ്ഥ, ഇത് രണ്ടും തുലനം ചെയ്തുകൊണ്ട് കേരളീയ മുജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ചിട്ടുള്ള പരിഷ്കരണങ്ങൾ ഒന്ന് ചുരുക്കി. മുജാഹിദ് പ്രസ്ഥാനം വളരെ പുണ്യം ചെയ്തൊരു പ്രസ്ഥാനം. അതിന് ഒരിക്കലും ഭൗതികമായി കാണരുത്. പ്രവാചകന്മാർ സമൂഹത്തോട് പറഞ്ഞതുപോലെ ഇസ്ലാഹാണ് അവർ ഉദ്ദേശിച്ചത്. ഓരോ കാലഘട്ടങ്ങളിലും സ്വാഭാവികമായി ദഅവത്ത് മുടങ്ങിപ്പോകുമ്പോൾ
അവിടെ പൈശാചിക ദുർബോധനത്തിന് വിധേയമായി വിശ്വാസത്തിൽ വൈകല്യങ്ങൾ കടന്നു വരും. അതിലെ ജീർണതകൾ അതത് സന്ദർഭത്തിൽ തന്നെ ബോധവൽക്കരിക്കാൻ സമൂഹത്തിൽ ആളില്ലാതെ പോയാൽ അത് വളരെ കടുത്ത തിന്മയായ ശിർക്കിലേക്ക് പോകും. ഇത് ഓരോ കാലഘട്ടത്തിലും നിരവധി പ്രവാചകന്മാരാണ് ഈ ദൗത്യം നിർവഹിച്ചത്. അന്ത്യപ്രവാചകന്റെ ശേഷം ഈ ദൗത്യം നിർവഹിക്കാൻ ഏൽപ്പിക്കപ്പെട്ടവർ അദ്ദേഹത്തിന്റെ അനുയായികളെ തന്നെയാണ്. അത് ഖുലഫാകൾ ഏറ്റെടുത്തു, പിന്നെ താബികളെ ഏറ്റെടുത്തു. ഈ നൂറ്റാണ്ടുകളിലെല്ലാം ഈ ശ്രദ്ധയോടുകൂടെ പ്രവർത്തിക്കുന്ന വ്യക്തികളും കൂട്ടായ്മകളും ഉണ്ടായിട്ടുണ്ട്. അത് ഭരണകൂടങ്ങൾ അതുമായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഭരണകൂടങ്ങൾ പലപ്പോഴും ഇസ്ലാമിനെയും അതിൻ്റെ ആദർശങ്ങളെയും അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്താണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ. ഖുലഫായിൻ്റെ കാലശേഷം വളരെ കുറച്ച് ആളുകൾ, ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ പോലെയുള്ള ചില ആളുകൾ മാത്രമേ, പക്ഷേ പിന്നീടുണ്ടായി വ്യക്തി സംസ്കരണത്തിലുണ്ടായ ചില ആളുകളുണ്ട് എന്നല്ലാതെ ബാക്കി പല നിലക്കും ഈ വിശ്വാസരംഗത്തിൻ്റെ ജീർണതകളെ ഒരു ശക്തമായ പിടുത്തത്തിലാണ് സമുദായം. അതിൽ ഇന്ത്യയിൽ ഈ പ്രസ്ഥാനം സ്വാതന്ത്ര്യത്തിൻ്റെ മുമ്പ് 1906 അഹ്ലെ ഹദീസ് പ്രസ്ഥാനം ഉണ്ടാകും. അഹ്ലെ ഹദീസ് പ്രസ്ഥാനത്തിൻ്റെ ഒരു കേരളീയ ഘടകമാണ് യഥാർത്ഥ നേതൃത്വം മുജാഹിദ്. 1921 ഇവിടെ ആ അഹ്ലെ ഹദീസ് പ്രസ്ഥാനം ഒരു നേർരേഖ ഇവിടുത്തെ സമൂഹത്തിന് കാണിച്ചു കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇവിടെയൊക്കെ മലബാർ കലാപത്തിൽ സംഭവിച്ചതുപോലെ ഒരു നേതൃത്വമില്ലാതെ, ചിന്തയില്ലാതെ എവിടെയല്ലോ ചെന്ന് നാശത്തിലേക്ക് കുതിച്ചാടുന്ന ഒരു അവസ്ഥ സമുദായത്തിൽ ഉണ്ടാകുമായിരുന്നു. എന്നാൽ അഹ്ലെ ഹദീസ് പ്രസ്ഥാനം വന്നു. അതിലെ പണ്ഡിതന്മാർ, വളരെ അവഗാഹമുള്ള ഹദീസ് പണ്ഡിതന്മാർ ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. അവരെ എല്ലാം പ്രവർത്തനത്തിന് ഫലമായി ഈ സമൂഹത്തെ ശക്തമായി ബോധവൽക്കരിച്ച് വിശ്വാസരംഗത്ത് തൗഹീദിലേക്കും പിന്നെ സമൂഹത്തിൻ്റെ ബാധ്യതകൾ സംബന്ധിച്ച് മറ്റു കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തി സ്വാതന്ത്ര്യ സമരത്തിലടക്കം പങ്കെടുത്തു. രാഷ്ട്രീയ സംഘടനകളിൽ അതിൽ പങ്കെടുത്തുകൊണ്ട് അതിന് വെളിച്ചം നൽകി, ധാർമ്മികമായ ഒരു ചിന്ത നൽകി. മൗലാന ആസാദിൻ്റെ ഒക്കെ ചരിത്രം ചിന്തിച്ചാൽ അതിന് ശേഷം അതോടനുബന്ധിച്ച് തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ ലോകവ്യാപകമായി ഉണ്ടായിട്ടുള്ള ഈ സംസ്കരണ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ, അത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ആ കാലഘട്ടം മുതൽക്ക് ഏറ്റവും സജീവമായി ലോകത്ത് അത് പ്രചരിക്കപ്പെട്ടിട്ടുണ്ടായി. അതിൻ്റെ സന്ദേശം പല രംഗത്തും എത്തി. ഈജിപ്തിലെ ഈ സന്ദേശം എത്തി. അവിടുത്തെ പണ്ഡിതന്മാരിലൂടെയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലേക്ക് ഈ സന്ദേശം എത്തുന്നത്. തഫ്സീർ മനാർ, സയ്യിദ് റഷീദിൻ്റെ തഫ്സീർ മനാർ, അതിൻ്റെ സാഹിത്യങ്ങൾ, അതേപ്രകാരം ആ സന്ദേശങ്ങൾ ഇവിടെ വക്കമൗലി സാഹിബിനെ പോലെയുള്ള പണ്ഡിതന്മാർ അത് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അവർ നടത്തിയ ദൗത്യം. മലബാർ ഭാഗത്താണെങ്കിൽ കെ മൗലവിനി ഒക്കെയുള്ള ആ സംഘടിത രൂപം വരുന്നതാണ് ഞാൻ പറഞ്ഞത്. അതിന് മുമ്പ് തന്നെ സനാഉല്ലാ മക്കി തങ്ങളുടെ കാലഘട്ടം ഒക്കെ ഈ വ്യക്തികൾ വളരെ സജീവമായ നേതൃത്വം വഹിച്ച് ഇവിടെ ഈ പരിഷ്കരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം എപ്പോഴും മുൻതൂക്കം നൽകിയത് വിശ്വാസരംഗത്തുള്ള ജീർണതക്ക്. അതാണ് പരലോക മോക്ഷത്തിന് മാനദണ്ഡം. അതുകൊണ്ടാണ് ഭൗതികമായി ഇനി എന്തെങ്കിലും പരാജയപ്പെട്ടു, എന്തെങ്കിലും നമുക്ക് എന്തുണ്ടായി, അത് ഇവിടെ മാത്രം വിലയിരുത്തപ്പെടുന്നൊരു കാര്യം. എന്ത് അമലുകളും സ്വീകരിക്കപ്പെടണമെങ്കിൽ വിശ്വാസം ശരിയാണ്. അതുകൊണ്ട് അടിസ്ഥാനപരമായി തൗഹീദിൽ ഊന്നി നിന്നുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയത്. മറ്റ് പല പ്രസ്ഥാനങ്ങൾക്കും പല കാഴ്ചപ്പാടുകളുണ്ട്. എന്നാൽ ഇതിന് അങ്ങനെയുള്ളൊരു ചിന്തയില്ല. വിശ്വാസ സംസ്കരണം വന്ന ആളുകളെ പിന്നീട് ആചാരങ്ങളിലേക്ക് കടന്നു വന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തി ആചാരങ്ങളിൽ സുന്നത്തിന് സ്വീകരിക്കാൻ, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഇവയെ സ്വീകരിക്കാനുള്ളൊരു ബോധം, അങ്ങനെ സ്വതന്ത്ര ഈ ചിന്ത സമൂഹത്തിന് ഉണ്ടാക്കി കൊടുക്കുന്നതിൽ വലിയ പങ്കാണ് മുജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ചത്. അതിപ്പോൾ ഇവിടുത്തെ എല്ലാ രംഗത്തുമുള്ള സംഘടനകൾ അംഗീകരിക്കുന്നതാണ് ഈ വേരുകൾ. ഈ മുജാഹിദ് പ്രസ്ഥാനത്തോട് കടപ്പാടില്ലാത്ത ഇതിൻ്റെ എതിരാളികൾ പോലും ഉണ്ടാവില്ല. ഞങ്ങൾ പലപ്പോഴും പറയുന്നത്
ഇതിൻ്റെ എതിരാളികളും ശത്രുക്കളുമായി ഇതിനെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളടക്കം ഇന്ന് വെച്ചു പുലർത്തുന്ന ആശയങ്ങളും കാഴ്ചപ്പാടുകളും അതേപ്രകാരം അവർ പടുത്തുയർത്തിയ സ്ഥാപനങ്ങളും എല്ലാം ഇവിടെ ഇസ്രായേൽ പ്രസ്ഥാനമുണ്ടാക്കിയ ഒരു ചിന്താവിപ്ലവത്തിൻ്റെ ഫലമായിട്ടാണ്. ഡിസംബറിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനം നവോത്ഥാനത്തിൻ്റെ ഒരു നൂറ്റാണ്ട് എന്നാണ് തലക്കെട്ട പ്രമേയം. ആ പ്രമേയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ ചെയ്തു പോയ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുക, മുന്നിൽ വെക്കുക, എന്നിട്ട് പുതിയ ഒരു രൂപത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. എന്താണ് അതുകൊണ്ടുള്ള യഥാർത്ഥത്തിൽ? ഞങ്ങൾ ഈ നവോത്ഥാനത്തിൻ്റെ ഒരു നൂറ്റാണ്ട് തിരഞ്ഞെടുക്കാൻ വളരെ ചിന്ത അതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രമേയങ്ങൾ നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചാൽ വളരെ ആകർഷകമായ പ്രമേയങ്ങൾ വെച്ച് ശക്തമായ ബോധവൽക്കരണം നടത്തുന്ന പ്രചരണ സ്വഭാവമാണ് അതിനുള്ളത്. സമ്മേളനങ്ങൾ എത്തുമ്പോഴേക്ക് ആളുകളുടെ നാവുകളിൽ ആ പ്രമേയമുണ്ടാകും. ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക്, തൗഹീദിലേക്ക്, സുന്നത്തിലേക്ക്, മതം, മനുഷ്യ സൗഹാർദ്ദത്തിന് എന്നൊക്കെ പറഞ്ഞ പ്രമേയങ്ങളുണ്ട്. അത് അതേപ്രകാരം മതത്തെ തിരിച്ചറിയുക പ്രമാണങ്ങളിലൂടെ മതത്തെ തിരിച്ചറിയുക. ഇത് ആദ്യം പറയുമ്പോൾ അത്രമാത്രമൊന്നും തോന്നുകയില്ലെങ്കിലും ഞങ്ങളുടെ ശക്തമായ പ്രചരണത്തിൻ്റെ ഭാഗമായി ജനങ്ങളുടെ നാവുകളിൽ അത് നിൽക്കും, കാതുകളിൽ അതുണ്ടാകും. ഇവിടെ ഞങ്ങൾ ഇത് ഒരു ഉദ്ദേശപൂർവ്വം തന്നെയാണ്. ഏത് ഒരു പ്രസ്ഥാനത്തിനും ഒരു പ്രബോധക സംഘത്തിനും കുറേ കാലം കഴിയുമ്പോൾ അതിൻ്റെ ചരിത്രം വിസ്മരിക്കപ്പെടും. മാത്രമല്ല ഇന്ന് ഒരു വർത്തമാന കാലഘട്ടത്തിൻ്റെ സന്തതികളാണ് ഇന്നത്തെ ചെറുപ്പക്കാർ. അത് അപകടകരമാണ്. ഏത് രംഗത്തും കഴിഞ്ഞ കാലത്തെ അനുസ്മരിക്കാതെ ഈ പുതിയ ഒരു കാലഘട്ടത്തെ അഭിമുഖീകരിക്കാനും നാളെ സൃഷ്ടിക്കാനും നമുക്ക് സാധ്യമല്ല. അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഖുർആൻ നോക്കിയാൽ അതിനും ഖുർആനാണ് നമ്മുടെ മനസ്സിൽ. ഖുർആനിൽ യഥാർത്ഥത്തിൽ ഒരു പുതിയ സമൂഹത്തെ, ഒരു ഹൈറ് ഉമ്മത്തിനെ തുടക്കം മുതൽക്ക്, മുഴുവൻ അവിശ്വാസികൾ നിറഞ്ഞു നിന്നൊരു സമൂഹത്തിൽ തുടക്കം മുതൽക്ക് നബി വാർത്തെടുക്കുകയാണ് ഖുർആനിലൂടെ. എന്നിട്ട് പോലും ആ സമൂഹത്തോട് കഴിഞ്ഞ കാല ചരിത്രങ്ങൾ പറഞ്ഞു, ഈ ദൈവത്തിൻ്റെ തുടർച്ച പറഞ്ഞു, അതിൻ്റെ പരീക്ഷണ കാലഘട്ടങ്ങൾ പറഞ്ഞു. ഇത് ഇന്നദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ മനുഷ്യൻ മുതൽക്ക് നിലവിലിരിക്കുന്ന പ്രത്യയശാസ്ത്രം ഇതാണ്. അത് അള്ളാഹുവിൻ്റെ ഹുദയാണ്. അതിൻ്റെ തുടർച്ചയാണിത്. പുതുതായി ആരും ഒന്നും ഉണ്ടാക്കുന്നില്ല എന്ന ആ ഒരു സത്യം ചരിത്രത്തിൻ്റെ വ്യത്യസ്ത സന്ധികളിൽ പ്രവാചകന്മാർ അവരുടെ പ്രതിയോഗികളും തമ്മിലുണ്ടായ ഈ പ്രബോധന ചരിത്രം, അല്ലാതെ ഒരു ജീവചരിത്രമല്ല. ആ പ്രബോധന ചരിത്രവും സമൂഹത്തിൻ്റെ വ്യത്യസ്ത ഘടനകൾ വിവരിക്കുകയും അവ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും അതിലെ അതിജീവിക്കലും പരാജയപ്പെടലും, ഇതൊക്കെ ആ സാമൂഹ്യ രംഗത്തുണ്ടായ ദീർഘകാലങ്ങളായി ഉണ്ടായ ഏറ്റുമുട്ടലുകളുടെ തുടർച്ചയാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ തലമുറ ഈ വർത്തമാന കാലഘട്ടത്തിലെ ശാസ്ത്രീയമായ നേട്ടങ്ങളും അതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രൗഢിയിലും ലയിച്ച് എല്ലാം മറക്കുന്ന ഒരവസ്ഥയിൽ അരുത് എന്ന് തിരിച്ച് ഒന്ന് മനസ്സിലാക്കാൻ. സമ്മേളനത്തിൻ്റെ ഭാഗമായി നടത്തുന്ന പദ്ധതികൾ, പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധേയമായ കാര്യങ്ങൾ, അത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഇത് ചരിത്രത്തിലേക്ക് കൊണ്ടുപോവുകയും അതിന് ശേഷം ഇന്നത്തെ അതിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് വിലയിരുത്തുകയും ഭാവിക്ക് രൂപം കൊടുക്കുകയും ചെയ്യണമല്ലോ. അവിടെയെല്ലാം തൗഹീദിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശിർക്ക് ഓരോ കാലഘട്ടത്തിലും മാറി മാറി വരും. തൗഹീദിന് യാതൊരു മാറ്റമില്ല. ശിർക്കിനെ പ്രതിനിധീകരിക്കുന്നത് പല രൂപത്തിലായിരിക്കും. അതിനെ ഓരോ കാലഘട്ടത്തിലും ദൈവത്ത് അതിനനുസരിച്ച് അതിനെ പരിചയപ്പെടുത്തി കൊടുക്കാനും അതിനെ മനസ്സിലാക്കി കൊടുക്കാനുമുള്ള സംരംഭമാണല്ലോ പ്രബോധന രംഗത്ത് നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പം ഈ ഞങ്ങളുടെ 5 കൊല്ലത്തെ സമ്മേളനം 5 കൊല്ലത്തിലൊരിക്കലാണ്. ഈ മുജാഹിദ് സമ്മേളനത്തിൻ്റെ തുടക്കം 8ാമത്തെ സമ്മേളനമാണല്ലോ വരുന്നത്. ആദ്യത്തെ ഒരു സമ്മേളനം പൊളിക്കൽ വെച്ച് ചേർന്ന് തൊട്ടടുത്താണ് 3 വർഷത്തിലാണ് അന്ന് തീരുമാനിച്ചിരുന്നത്. 3 വർഷം കഴിഞ്ഞപ്പോൾ ഫറോക്കിലെ 2ാം സമ്മേളനം നടന്നു. പക്ഷേ ഇതിൻ്റെ അധ്വാനവും ഇതിൻ്റെ മറ്റ്
കാര്യങ്ങളെല്ലാം ആലോചിച്ചപ്പോൾ പ്രത്യേകിച്ച് ഒരു വലിയ 4 ദിവസം നീണ്ടു നിൽക്കുന്ന പണ്ഡിതന്മാരുടെയും ബുദ്ധിജീവികളുടെയും ഒരു കൂട്ടായ്മയിൽ നിന്ന് രൂപം കൊള്ളുന്ന പ്രോജക്റ്റ് പദ്ധതികളുണ്ടാവും. അത് നടപ്പിൽ വരുത്താൻ ഒരു ഇടക്കാരൻ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ 5 വർഷമാക്കി മാറ്റി. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് 5 വർഷങ്ങളാണ് എല്ലാറ്റിനും ഉണ്ടായിട്ടുള്ളത്. അതിൽ ഒരു സുപ്രധാനമായ കുറേ പ്രമേയങ്ങൾ ഞങ്ങൾ കൊണ്ടുവരും. ഞങ്ങൾ ഈ ഭൗതികമായ ജാടയേക്കാൾ ഈ കാര്യത്തിൽ ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് അവിടെ ശരിക്ക് ബുദ്ധിമാന്മാരും പണ്ഡിതന്മാരും ചിന്തകന്മാരുമായിട്ടുള്ള ആളുകൾ കൂടിയിരുന്ന് അവർ രൂപം കൊടുക്കുന്ന കുറേ തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങളാണ് സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനം. അത് ബാഹ്യമായിട്ട് കാണാൻ കഴിയുന്നതല്ല. അത് ഞങ്ങൾക്ക് ഇന്ന് ഓർമ്മയുണ്ട് കുറ്റിപ്പുറം സമ്മേളനമൊക്കെ. കുറ്റിപ്പുറം സമ്മേളനത്തിനുണ്ടാക്കിയ പ്രമേയങ്ങൾ, അതിൻ്റെ പ്രമേയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ വമ്പിച്ച വിപ്ലവം, സ്ത്രീധനത്തിനെതിരിലുള്ള, അതേപോലെ ആഭരണഭ്രമത്തിനെതിരിലുള്ള, ധൂർത്തിനും ധാരാളിത്വത്തിനും എതിരിലുള്ള പ്രമേയങ്ങളും അങ്ങനെ സമൂഹത്തെ സംസ്കരിക്കാനുള്ള ഭയങ്കരമായ ഒരു കുതിപ്പായിരുന്നു ആ രംഗത്തുണ്ട്. അതുപോലെ ഓരോ രംഗത്തും ഈ കാലികമായി എന്താണ് നമുക്ക് ആവശ്യമുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു തീർപ്പും തീരുമാനങ്ങളും പ്രമേയങ്ങളും അതിനുള്ള ആഹ്വാനങ്ങളുമായിട്ടാണ് ഒരു സമ്മേളനത്തിന് രൂപം കൊടുക്കുക. ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് അതിൻ്റെ പണിപ്പുരയിൽ അതിൻ്റെ എല്ലാ രംഗത്തുമുള്ള ചിന്ത നടക്കുക. അതിന് പ്രത്യേകമായി പഠിച്ചവർ, മനസ്സിലാക്കിയവർ, അവർ ആ പ്രമേയങ്ങൾക്ക് രൂപം കൊടുക്കുന്നതിനും അത് പ്രാവർത്തികമാക്കുന്നതിനും അവിടെ അവതരിപ്പിക്കുന്ന ഇതിനോടനുബന്ധിച്ച് നടത്താൻ ഉദ്ദേശിക്കുന്ന എക്സിബിഷനിൽ ജനങ്ങളെങ്ങനെ ബോധവൽക്കരിക്കണം. മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ സാൽവേഷൻ എന്ന പേരിൽ 2 എക്സിബിഷനുകൾ നടത്തി. വളരെ ശ്രദ്ധേയമായിരുന്നു. അതിനുശേഷം ദ ലൈറ്റ് എക്സിബിഷൻ ചെറിയ തോതിലാണെങ്കിലും ISMൻ്റെ കീഴിൽ കേരളത്തിൽ മുഴുവൻ നടന്നു. സത്യത്തിൽ മനുഷ്യനെ അവനെ ബുദ്ധിപരമായി അവനെ ചിന്തിപ്പിക്കാനുള്ള ഒരു വലിയ നിമിത്തമായി അതൊക്കെ മാറിയിട്ടുണ്ട്. സമൂഹത്തെ സംബന്ധിച്ച് നമുക്ക് പ്രതീക്ഷയാണ്. ആ നിലക്ക് തന്നെ ഈ സമ്മേളനം ഒരു സുപ്രധാന സമ്മേളനമായിരിക്കും എന്നാണ്. കേരളീയ മുസ്ലിം സമൂഹത്തെ കുറിച്ച് പറയുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനം അടക്കം 4 or 5 വലിയ ശക്തമായ പ്രസ്ഥാനങ്ങൾ കേരളീയ മുസ്ലിം സമൂഹത്തിലുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസപരമായിട്ട് സമൂഹം വളരെയധികം ഉയർന്നു നിൽക്കുക. എന്നിട്ട് പോലും മുസ്ലിം ഉമ്മത്ത് കേരളത്തിൽ ധാർമ്മികമായിട്ട് പിന്നിട്ട് നിൽക്കുന്നത് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ്? അത് വളരെ വേദനിപ്പിക്കുന്ന ഒരു സത്യമാണ്. അതിനെ ഒരു വിമർശനവുമില്ല. നിങ്ങളാ ചോദിച്ച കാര്യത്തിൽ എന്നും വിഷമിക്കുന്ന ഒരാളാണ്. കാരണം ഇപ്പോൾ നമ്മളെ എല്ലാറ്റിനും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം മുസ്ലിം ഉമ്മത്തിൻ്റെ ന്യൂനതകളും അതിൻ്റെ കുറവുകളും പോരായ്മകളും പർവ്വതീകരിച്ച് കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ വിഭാഗം ഇവിടെ ഉണ്ട്. അതിൻ്റെ ശൃംഖലയുണ്ട്. പക്ഷെ അതിനെ മാറ്റി നിർത്തിയാൽ തന്നെ ഒരു വസ്തുത ധാർമ്മിക രംഗത്ത് വലിയ അർത്ഥമാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു 3ാമത്തെ വയസ്സ് മുതൽക്ക് മതം പഠിക്കുന്ന ഒരു സമുദായമാണ് നമ്മൾ. ഇങ്ങനെ ഒരു സമുദായമില്ല. ഒരു കുട്ടി സാധാരണ ഒരു പിരിച്ചു വെച്ചിങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്കും മദ്രസ പഠനം തുടങ്ങും. മദ്രസൻ്റെ മുമ്പ് തന്നെ തുടങ്ങുകയാണ് ഇപ്പോൾ ചിലത്. അങ്ങനെ ഇടമുറിയാതെ മതപഠനം നടത്തി ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ സമാന്തരമായി മതപഠനത്തിന് സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കോടികൾ ചെലവഴിച്ച് അതിനുവേണ്ടി ഇപ്പോൾ ഒരു ഭൗതിക ഗവൺമെൻറ്റിൻ്റെ സംവിധാനത്തെക്കാൾ ശക്തമാണ് മദ്രസ പ്രസ്ഥാനം. പിന്നെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ, ഒരുപാട് പണ്ഡിതന്മാർ, ഒരുപാട് ദഅവത്തുകൾ, രാത്രി മുഴുവൻ ബഹളമയമായ പ്രബോധനങ്ങൾ, ഇതെല്ലാം സമൂഹത്തിൽ നടക്കുന്നു. എന്താണ് ഇത് സംഭവിച്ചത്? ഞാൻ ഈ സമൂഹത്തോട് തിരിച്ച് ചിന്തിക്കാൻ എന്താണ് ഒരു വലിയ ചിന്ത ഈ രംഗത്ത് നമ്മുടെ അഭിപ്രായ ഭിന്നതകൾ, ആരോഗ്യകരമായ അഭിപ്രായ ഭിന്നതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്തരം ധാർമ്മിക അല്പതരത്തിനെതിരിൽ, ഈ സാമൂഹ്യ ദുരാചാരത്തിനെതിരെയുള്ള ശക്തമായ കൂട്ടായ്മയുണ്ടാകും. അതിൽ നമ്മൾ ഒരു മാറ്റി നിർത്തലും ഉണ്ടാകാൻ പാടില്ല. അതിനാദ്യമായി നിശ്ചയിക്കേണ്ടത് ഒരു മുസ്ലിം സമൂഹത്തിലെ ബുദ്ധിജീവികളും നേതാക്കന്മാരും യോജിക്കാൻ കഴിയാവുന്ന ഒരു അജണ്ട ഉണ്ടാക്കണം.
ഈ സമൂഹത്തിന് എല്ലാവർക്കും യോജിക്കാൻ കഴിയുന്ന, എല്ലാവർക്കും ഒരേ അഭിപ്രായമുള്ള അങ്ങനത്തെ ഒരുപാട് രംഗങ്ങളുണ്ട്, ഒരുപാട് രംഗങ്ങളുണ്ട്. ആ അജണ്ട തയ്യാറാക്കിയിട്ട് അതിനൊരു കൂട്ടായ്മ ഉണ്ടാക്കി ഒരു മഹല്ലടിസ്ഥാനത്തിൽ തന്നെ ഒരു ബോധവൽക്കരണ രംഗത്തേക്ക് വന്നാൽ വലിയ മാറ്റങ്ങളുണ്ട്. സംഘടനാപരമായിട്ടുള്ള ചട്ടക്കൂടുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പരിധിയോ അല്ലെങ്കിൽ പരിമിതിയാകുമോ? അത് സംഘടനാപരമായി അത് നടക്കട്ടെ. കാരണം അതിൻ്റെ തസ്കിയത്ത് പ്രവർത്തനങ്ങൾ ഓരോ മതവിഭാഗങ്ങളും നടത്തുന്നുണ്ട്. അതിൽ ഈ ഏറ്റുമുട്ടലുകൾ ആദർശരംഗത്തും അഭിപ്രായ രംഗത്തും മസല രംഗത്ത് വിശ്വാസരംഗത്തൊക്കെ ഏറ്റുമുട്ടലും ഉണ്ടല്ലോ. അത് ഒരു ആരോഗ്യകരമായി നടന്നുകൊള്ളട്ടെ. എന്നാലും ഈ സമൂഹത്തിന് പൊതുവിൽ ആവശ്യമുള്ള കാര്യങ്ങൾ, ഇപ്പം പല തിന്മകളും ഇവിടുത്തെ ക്രിമിനൽസ് ഈ മനോഭാവം ഇവിടെ ഉണ്ടാക്കുന്നതിന് എതിരിലുള്ള ബോധവൽക്കരണം നടത്താൻ, അതേപ്രകാരം വലിയ മഹാപാപങ്ങൾ ചെയ്യുന്ന മഹാപാപങ്ങൾ ലാഘവത്തോടുകൂടെ ഈ ആധുനിക സംസ്കാരത്തിൻ്റെ പരിഷ്കാരത്തിൻ്റെ ഭൗതിക താല്പര്യങ്ങളും ഒക്കെ അങ്ങോട്ടാണ് പോകുന്നത്. അതിനാരും ഒരു പ്രബോധനം നടത്തേണ്ട ആവശ്യമില്ല. അത് സ്വാഭാവികമായി പിശാച് അങ്ങനെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിന് പിടിച്ചു നിർത്താൻ നമ്മുടെ കൂട്ടായ്മ വേണം. ഈ രംഗത്ത് എല്ലാ സംഘടനകളും ഒന്ന് താഴോട്ട് വന്ന് ചിന്തിക്കുക തന്നെ വേണം എന്നാണ്. സമൂഹ നിർമ്മാണത്തിൽ സ്ത്രീകളുടെ പങ്ക് അത് നിസ്തുലമാണെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിം ഉമ്മ. തീർച്ചയായിട്ടും ഈ അടിസ്ഥാനത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് സ്ത്രീകളുടെ വിഷയത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് വല്ല പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇവിടുത്തെ മുസ്ലിം സ്ത്രീകളുടെ ഒരു 50 വർഷത്തെ മുമ്പുണ്ടായിരുന്ന അവസ്ഥ നമ്മൾ മനസ്സിൽ കാണുന്നു. അത് കണ്ടിട്ടാണ് ഇന്നുണ്ടായിട്ടുള്ള ഈ മാറ്റങ്ങളുടെ പിന്നിൽ ആരായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. വളരെ ലക്ഷ്യബോധത്തോടു കൂടെ ആ രംഗത്ത് ത്യാഗം വരിച്ചിട്ടാണ് സ്ത്രീ സമുദ്ധാരണ രംഗത്ത് അവർക്കുള്ള ആരാധനാ സ്വാതന്ത്ര്യമടക്കം, പള്ളി പ്രവേശമടക്കം, അവർക്കുള്ള എല്ലാ അവകാശങ്ങളെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണം ഇതെല്ലാം നടത്തി അവരെ ചൂഷണം ചെയ്യുന്ന എല്ലാ മാർഗത്തെ സംബന്ധിച്ചും അവരെ അടക്കം ബോധവൽക്കരണം നടത്തി. ഇന്ന് സമൂഹത്തിൽ വമ്പിച്ച മാറ്റം ഉണ്ടായിട്ടുണ്ട്, വലിയ മാറ്റം. ഈ മാറ്റങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു 30-40-50 വർഷം മുമ്പുണ്ടായിരുന്നു. ഇപ്പം ഞാൻ തന്നെ ഒരു അധ്യാപകനായി കടന്നു വരുന്ന കാലത്ത് SLC ക്ലാസ്സിൽ ഒരു മുസ്ലിം പെൺകുട്ടി പോലും ഇല്ലാത്ത സ്ഥാപനത്തിൽ ഞാൻ ആദ്യം വായിച്ചത്. പിന്നീട് മുസ്ലിങ്ങൾ മാത്രം പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പോലും പെൺകുട്ടികളില്ലാത്ത 5-6 ഡിവിഷൻ ഉണ്ടായിട്ട് ഒരു പെൺകുട്ടി പോലും, ഒരു മുസ്ലിം പെൺകുട്ടി വളരെ ഇല്ലാത്ത ദയനീയമായൊരു കാലഘട്ടം. ഞാൻ 63-64 ഒരു കുട്ടി. അന്നും മുജാഹിദ് പ്രസ്ഥാനം അറബിക് കോളേജിൽ വരെ പഠിക്കുന്ന, ബിരുദത എടുക്കുന്ന അവസ്ഥ വരെ MCC അബ്ദുൽ മൗലവിയെ പോലെയുള്ള പണ്ഡിതന്മാർ മുസ്ലിം പെൺകുട്ടികളെ പഠിപ്പിച്ചിരുന്നു. പക്ഷെ അന്ന് അതിനോടൊക്കെ വെറുപ്പും അതിനെ അവഗണിക്കുകയായിരുന്നു സമൂഹം. ഇന്നതല്ല. ഇന്ന് ആ രംഗത്തൊരു ബോധവൽക്കരണം ആവശ്യമില്ല, പഠിക്കും. പക്ഷേ അതോടൊപ്പം നമ്മുടെ സംസ്കരണം ധാർമ്മികമായിട്ടുള്ള ബോധവും ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഈ പരിഷ്കരണം അപകടകരമായിട്ട് വരും. സ്ത്രീകളുടെ സംസ്കരണ രംഗത്ത് പിന്നെ ഏറ്റവും വലിയ സേവനം അർപ്പിച്ച പ്രസ്ഥാനം തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം. ഇത്തരത്തിൽ സംസ്കരണത്തിന്റെ പാതയിൽ ഒന്നിച്ചു നിൽക്കുക എന്നുള്ളത് നിലവിലുള്ള കേരളീയ സമൂഹത്തിലെ മുസ്ലിം സംഘടനകളെ സംബന്ധിച്ചിടത്തോളം വിയോജിപ്പുള്ള വിഷയമാണ് എന്ന് തോന്നുന്നില്ല. പല ആളുകളും പല പരിപാടികളിലേക്കും കടന്നു വരാറുമുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ ഇസ്ലാം ഓൺലൈവ് സംഘടിപ്പിച്ചിട്ടുള്ള ഉദ്ഘാടന പരിപാടിയിൽ എല്ലാ ആളുകളെയും എല്ലാ സംഘടനകളെയും പ്രതിനിധീകരിച്ചുകൊണ്ട് നേതാക്കന്മാർ വരികയുണ്ടായി. ഇതൊരു വലിയ തുടക്കമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഇസ്ലാം ഓൺലൈവ് നിങ്ങളെ ശ്രദ്ധിക്കാറുണ്ടോ എന്നറിയില്ല. എന്നാൽ പോലും ഇസ്ലാം ഓൺലൈവിന്റെ ദൗത്യത്തെ കുറിച്ച് എന്ത് തോന്നുന്നു? എന്തായിരുന്നൊരു നല്ല തുടക്കവും നല്ല ആശയവുമാണ്. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നമുക്ക് അതിനെ കാത്തു കാണുക, നല്ലത് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നമ്മൾ അവസാനത്തിലേക്ക് കടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മോട് സംസാരിച്ചത് വളരെ ഹൃദ്യമായി, വളരെ സന്തോഷത്തോടുകൂടി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ നമ്മുടെ TP അബ്ദുള്ള കോയ മദനി അവർക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇസ്ലാമിന്റെ വിജയത്തിന്റെ മാർഗത്തിൽ ഇസ്ലാമിക നവോത്ഥാന ശ്രമങ്ങളുടെ മേഖലകളിൽ
വളരെ കഠിനാധ്വാനം ചെയ്യുവാനും അവരുടെ പ്രവർത്തനങ്ങൾ തുടരുവാനുമുള്ള എല്ലാവിധ തൗഫീഖുകളും ആശംസകളും നേർന്നുകൊണ്ട് നമ്മളിത് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.